ലെവൽ ക്രോസ് പോലെ സ്വർഗവാസൽ പോലുള്ള ചിത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായ മുഖങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ IFFKയിൽ പ്രാധാന്യം അറിയിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയുന്നതാണോ? ഞങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് ഒരു ചെറിയ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ നമ്മൾ മെയിൻ സ്ട്രീമിലുള്ളവരെങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതാണ് ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളാണ് റഹ്മാൻ ബ്രദേഴ്സ്, അവരുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സിജു വിൽസൺ ആണെങ്കിലും എല്ലാവരും ഞങ്ങളെല്ലാം അങ്ങനെ ട്രൈ ചെയ്യും. നമ്മുടേതായ അറിയാവുന്ന ആൾക്കാരിൽ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട്. ഇനി 8 ദിവസത്തോളം തലസ്ഥാന നഗരം ഒരു സിനിമാ കളമായി മാറുകയാണ്. അടിപൊളിയല്ലേ? നിറച്ച് കാണുമോ? മുഴുവൻ സമയം ഉണ്ടാവും? എന്തായാലും ഉണ്ടാവും. ഷറഫുക, ഇത് 29ാമത് ചലച്ചിത്ര മേളയാണ് നടക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ സിനിമകൾ, അതായത് പല രാജ്യങ്ങളിലുള്ള പല ലാംഗ്വേജിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഷറഫുക്കയുടെ ഹലോ മമ്മി എന്ന് പറഞ്ഞ പടം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ പ്ലസ് കോമഡിയാണ് ആ പടം വന്നിരിക്കുന്നത്. അത് ഒരു ഹൊററിലേക്ക് ഒരു കോമഡി ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ അതുപോലെ അന്യഭാഷയിൽ അത് ഒരുപാട് നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ അത് എത്രമാത്രം ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ട്? ഫിലിം ഫെസ്റ്റിവൽ ഇതുപോലത്തുള്ള ചിത്രങ്ങളാണ്. ഹലോ മമ്മി ഒരു കൊമേഴ്ഷ്യൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളങ്ങനെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്നുള്ള രീതിയിലല്ല, കുറച്ചും കൂടി ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെ നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് IFFKനെ കുറിച്ച് തോന്നാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല സിനിമകൾ കൊണ്ടുവന്ന് കാണാനുള്ള സ്പേസും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ മൂവി പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും ഉള്ളപ്പോൾ പോലും അതിൻ്റെ അകത്തും ഒരു 1000 സിനിമയുണ്ട്. ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു 1000 സിനിമയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല സിനിമ അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് അത്രയും കുറച്ച് സിനിമകളാക്കി മാറ്റി നമ്മളെ കാണിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആ ഒരു ചാൻസാണ് IFFKയിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ഫിലിമിൻ്റെ ഒരു കമ്പനേഷൻ ആണ് തോന്നുന്നുണ്ടോ? ഇൻ്റലക്ച്വൽ ഫിലിമുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണോ? ഇൻ്റലക്ച്വൽ ഫിലിമിൻ്റെ കോമ്പിനേഷൻ ഇവിടെ എന്തായാലും നമുക്ക് നരസിംഹോ അല്ലെങ്കിൽ ആറാന്തപുരാൻ ഓടിക്കാൻ പറ്റില്ലല്ലോ ബ്രോ. അതല്ലല്ലോ അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ ഈ IFFK ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെ സ്പേസ് ആയിട്ടും അത്തരത്തിൽ സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവരുടെ സ്പേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.